ഹലോ. കൽക്കി എന്ന് പറയുന്ന പടം എല്ലാവർക്കും ഇപ്പൊ അറിയായിരിക്കും. പ്രഭാസിന്റെ ഏറ്റവും പുതിയ പടമാണ്. റിലീസ് ജൂൺ 27-ാം തീയതിയാണ് അല്ലേ? ജൂൺ 27-ാം തീയതി. എന്നെ ഒരു കൺഫ്യൂഷൻ അല്ല, നാളെ കഴിഞ്ഞ മെയ് 31 പിന്നെ ജൂൺ. അപ്പൊ അതിനകത്ത് ബുജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, നമുക്ക് അതിന്റെ റിയാക്ഷനിലേക്ക് പോയാലോ? നമുക്ക് കിടക്കാം. ഓക്കെ. ഹിന്ദിയാണോ അത്? ഫുൾ സ്പീഡ് ബുജി. ഇതാണ് ನೀವೇ ಚಾರ್ಜ್ ಮಾಡಿ. ನಾನು ನಿಂಗೋ ಚೆಕ್ ಬರುವ ಬುಜಿ. ಓಕೆ ರೋಜು, ಈ ರೋಜು ಜಸ್ಟ್ ಬಿ ಪಾಸಿಟಿವ್. ಬಲ ತಿರುಗಿ ಬಲ್ಲ. ఇంకా తిరిగేలేదే లేదు. എല്ലാ ഭാഷയിലുണ്ട് കേട്ടോ. ജൂൺ 27 അല്ലേ? പിന്നെ എങ്ങനെയുണ്ടായിരുന്നു പ്രഭാസ്? എനിക്ക് തോന്നുന്നു സലാറ് പൃഥ്വിരാജിന്റെ കൂടെയുള്ള മൂവി ഇല്ലേ, അതില് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ കാണാൻ വേണ്ടിട്ട്. അതെ, അതിനകത്ത് നമ്മൾ ബാഹുബലിയിലുള്ള പ്രഭാസിനെ കാണാൻ നല്ല ഭംഗിയാ. അപ്പൊ എനിക്ക് ആ ഒരു ഭംഗി തിരിച്ചു വന്ന പോലെ ഈ പടത്തില് നല്ല രസമുണ്ട് കാണാൻ. അല്ലെ, എനിക്ക് തോന്നുന്നത് അതിനകത്ത് മുടിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്നാലും നല്ലൊരു രസമല്ലേ, ബോഡി രസമുണ്ട്, ഇതിനകത്ത് രസമുണ്ട് അല്ലെ, ഹെയർ എല്ലാം. പ്രഭാസ്. അപ്പൊ പ്രഭാസിന്റെ ബുജി എന്ന് പറയുന്ന ഒരു, എനിക്ക് തോന്നുന്നു ഈ ബുജി എന്ന് പറയുന്നത് എന്നാ സംഭവം? എനിക്ക് നമ്മള് കണ്ടില്ലേ ആ ഒരു റോബോട്ടിക്സ് പരിപാടി, അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ കൽക്കിയുടെ മീനിങ് എന്താ? എനിക്ക് തോന്നണത് വെച്ചാല് ഇപ്പൊ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളിപ്പോ ജീവിക്കുന്ന ഏത് യുഗാണ്? കലിയുഗം. അപ്പൊ കലിയുഗത്തില് വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരാണ് കലി. അറിയോ? കലി എന്നാണ് കൽക്കി. കൽക്കി വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം. പല പല അവതാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ശ്രീരാമനായിട്ടും മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെ കുറെ അല്ലേ. അതിൽ ലാസ്റ്റ് വരുന്നതാണ് കൽക്കി എന്ന് പറയുന്നത്, കലിയുഗത്തിൽ വരുന്നതാണ്. ഈ കൽക്കി എന്ന് വെച്ചാല് ഈ ലോകം മൊത്തം നശിപ്പിക്കാൻ വരുന്ന ഒരു അവതാരമാണെന്നാ പറയുന്നത് ലാസ്റ്റ്. കാരണം ഈ കലിയുഗം പറഞ്ഞ ലാസ്റ്റ് യുഗമാണ്. അപ്പൊ അതില് വരുന്നതാണ് കൽക്കി. അത് വലിയൊരു അവതാരം തന്നെയാണ് ദൈവത്തിന്റെ. അപ്പോ അതില് നമ്മളെല്ലാരും, മനുഷ്യരെല്ലാരും മരിക്കും, ഈ ഭൂമി ഇല്ലാതാക്കുന്നാണ് പറയുന്നത് കൽക്കി വന്നിട്ട്, ആ അവതാരം വന്നതിന് ഈ പുരാണത്തിൽ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. എന്റെ ഒരു നിഗമനം. എനിക്ക് തോന്നുന്നു അതുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും സംഭവം ആയിരിക്കാം. അതായത് പുരാണമല്ല, ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംഭവം വരുന്നു. അപ്പൊ അതിനെതിരെ പോരാടാൻ വേണ്ടിട്ട് ബുജിയും പ്രഭാസും കൂടെ തുനിഞ്ഞിറങ്ങുന്നു. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാം. എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. എന്നറിയാൻ പറ്റും? ജൂൺ 27-ാം തീയതി. അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും കാത്തിരിക്കുകയാണ്. നമുക്ക് പിന്നെ ഇതിന്റെ റിവ്യൂ പടം കണ്ടതിന് ശേഷം. ഓക്കെ.